Hello friends, welcome to Life with Italy Dedam. ഹായ് ഓൾ, വീക്കെൻഡ് സ്പെഷ്യലായിട്ട് നമുക്ക് ഇന്നൊരു സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, കാശ്മീരി ചില്ലി പൗഡർ, മുട്ട, ബട്ടർ, ചീസ്, ഗ്രേറ്റഡ് പൊട്ടാറ്റോ. ചീസ് ശരിക്കും മൊസില്ല ചീസാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ചീസാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൂടായ പാനിലോട്ട് നമുക്ക് ഈ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പാൻ ഫുൾ നന്നായിട്ടൊന്ന് ഈ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഐഡിയലി ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വലിയ കുക്കോ ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് നിങ്ങളുടെ അടുത്ത് എത്തിക്കാം. ഇതെന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, നമ്മൾ എന്നും ഉണ്ടാക്കി നോക്കാത്ത ഒരു വെറൈറ്റി വിച്ച് ഈസ് വെരി സിമ്പിൾ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാം. അത് സ്പ്രെഡായി കഴിഞ്ഞ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോ നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ ആക്ച്വലി പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്യാതെ ഞാൻ ക്യൂബ്സായിട്ട് ഇട്ട് കൊടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോനാണ് കുറച്ചുകൂടെ ടേസ്റ്റി ഫീലിംഗ്. അത് കാരണം ഇറ്റ്സ് അപ് ടു നമ്മുടെ ചോയ്സാണ്. നമുക്ക് പൊട്ടാറ്റോ എങ്ങനെ വേണം. കുറച്ചുകൂടി തിൻ സ്ലൈസസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അതൊന്ന് നമ്മൾ പാനിലോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്യുക. അത് സെറ്റായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഒരു പിഞ്ച് ഞാൻ ഗ്രേറ്റ് ചെയ്ത് പൊട്ടാറ്റോ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഞാൻ ഉപ്പ് വെള്ളത്തിലായിരുന്നു വെച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പിഞ്ച് ഓഫ് കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് പിഞ്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആസ് യു ക്യാൻ സീ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ക്ലോസ് ചെയ്യുക. നമ്മുടെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് അതൊന്ന് ആകുന്ന വരെ നമുക്ക് ക്ലോസ് ചെയ്യാം. പാരലലി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. 2 മുട്ട, അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് വേണ്ട അത്രയും നമുക്ക് ചില്ലി ഫ്ലേക്സ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം നമ്മൾ ഓൾറെഡി വെച്ചിരുന്ന നമ്മുടെ പൊട്ടാറ്റോൻ്റെ എന്താണ് സ്ഥിതി എന്ന്. പൊട്ടാറ്റോ ഓൾമോസ്റ്റ് റെഡിയായി. നമുക്ക് ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ഉണ്ടല്ലോ, ഇത് നമുക്കിതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് സ്റ്റെപ്പ്. ഇതിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. വാവ്, ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി യമ്മി. ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ലൈക്ക് യു സീ, ഇതിൻ്റെ പുറത്തോട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ ചീസ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് നമ്മുടെ സ്ലൈസ് നമുക്ക് കിട്ടുമല്ലോ, നമ്മുടെ സ്ലൈസ് ചീസാണ്. അതിനെ ഞാൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇടുന്നേ ഉള്ളൂ. മോസില്ല ചീസാണെങ്കിൽ ഇറ്റ്സ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ബട്ട് നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് ഇതേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇത് ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ചീസ് ഇടുക. ഇറ്റ്സ് അപ് ടു യു. ചിലവർക്ക് ഇത്രയും ചീസ് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ചീസും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് മേളിലോട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. എന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ചീസെല്ലാം മെൽറ്റായി. വാവ്, ഒന്നും പറയണ്ട. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചിടണ്ട. ആസിനോ ചീസ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വരുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇതിന് ഇതെല്ലാം സ്ലോ കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് കുക്കായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ബ്രേക്കായില്ല. ഇതിനെ നമുക്കൊന്നിനി എടുത്തൊന്ന് സെർവ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഐ ഡു റിക്വസ്റ്റ് എവറി വൺ ടു ട്രൈ ഇറ്റ്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. സോ ദിസ് വാസ് our special breakfast